നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പതനത്തിന് പിന്നാലെ കേരളത്തിലെ CPIM ഘടകത്തിനെതിരെ ഡൽഹിയിൽ കടുത്ത നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ പുരോഗമിക്കുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരള നേതൃത്വത്തിനെതിരെ സമാനതകളില്ലാത്ത വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. കേരളത്തിലുണ്ടായ ഈ ഒരു കനത്ത തിരിച്ചടി തികച്ചും അസാധാരണവും പാർട്ടിക്ക് വൻ നാണക്കേട് ഉണ്ടാക്കിയെന്നുമാണ് ഈ ദേശീയ നേതൃത്വത്തിന്റെ പൊതു വിലയിരുത്തൽ എന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വലിയ രീതിയിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് പ്രഖ്യാപിച്ച തിരുത്തൽ നടപടികൾ വെറും വാക്കുകളിൽ ഒതുങ്ങിപ്പോയെന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ തുറന്നടിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന കടുത്ത ആക്ഷേപമാണ് യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. വോട്ട് ചോർച്ചയെയും ജനങ്ങളുടെ അതൃപ്തിയെയും ശരിയായ രീതിയിൽ ഗൗരവത്തിലെടുക്കാൻ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തയ്യാറായില്ല. ജനങ്ങൾ നൽകിയ ആ ഒരു ആദ്യ മുന്നറിയിപ്പ് കൃത്യസമയത്ത് കണ്ട് വീഴ്ചകൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തകർച്ചയും നാണക്കേടും പാർട്ടിക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും വിരൽ ചൂണ്ടി ഉയർത്തുന്ന ഒരു കാര്യം. ജനങ്ങളിൽ നിന്നുണ്ടായ കടുത്ത അകൽച്ചയും ഭരണവിരുദ്ധ വികാരവും തിരിച്ചറിയുന്നതിൽ ഈ സംസ്ഥാന ഘടകത്തിന് പൂർണ്ണമായിട്ടും വീഴ്ച പറ്റിയെന്നും കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ കനത്ത തിരിച്ചടിയെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ CPIM ദേശീയ നേതൃത്വം വീക്ഷിക്കുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുരോഗമിക്കുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ സംസ്ഥാനത്തെ ഘടകത്തിനെതിരെ സമാനതകളില്ലാതെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുകയാണ്. പാർട്ടിക്കുണ്ടായ നാണക്കേട്, പാർട്ടി ഉൾക്കൊള്ളാത്ത കാര്യങ്ങൾ, പാർട്ടി പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ പോലും ചെയ്തില്ല, അങ്ങനെ വാക്കുകൾ പലതും പാലിക്കാത്ത കാര്യങ്ങളെല്ലാം പറയുകയാണ്. കേരളത്തിലുണ്ടായ ഈ ഒരു പതനം തികച്ചും അപ്രതീക്ഷിതവും അസാധാരണവുമാണ് എന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇത് വലിയ തകർച്ച, അത് ഇനി എങ്ങനെ മാറ്റും എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ജനങ്ങൾ നൽകിയ ആദ്യത്തെ മുന്നറിയിപ്പ് കൃത്യസമയത്ത് കണ്ട് വീഴ്ച പരിഹരിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരുപക്ഷെ CPIMന് ഇത്രയും വലിയ തകർച്ച ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് ഈ കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത്. യഥാർത്ഥത്തിൽ തിരിച്ചറിയാതെയുള്ള തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളാണ് പാർട്ടി ഒരു തകർച്ചയിലേക്ക് എത്തിച്ചത് എന്ന് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുമ്പോൾ പലരുടെയും കണ്ണ് നിറയുകയാണ്. കാരണം തലമുറകളായിട്ട് പാർട്ടിയെ നെഞ്ചിലേറ്റുന്ന തൊഴിലാളി വർഗവും സാധാരണക്കാരും അടങ്ങുന്ന പരമ്പരാഗത വോട്ട് ബാങ്കാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഈ കോട്ടകളിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ വീണിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് അടിയന്തര പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റിയും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നത്. ഈ പാർട്ടിയെ കാലാകാലങ്ങളായിട്ട് വിശ്വസ്തയോടെ പിന്തുണച്ചിരുന്ന സാധാരണക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ അകലം പാലിക്കുന്നത് എന്ന ചോദ്യത്തിന് കേരളത്തിൽ നിന്നുള്ള ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ യോഗത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ്. അതായത് ചില നേതാക്കളുടെ പ്രതികരണങ്ങളിലെ ധാർഷ്ട്യവും അധികാരത്തിന്റെ തിളക്കത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെയും വിമർശനങ്ങളെയും പുച്ഛത്തോടെ തള്ളിക്കളയുന്ന ശൈലിയുമാണ് ജനങ്ങളെ അകറ്റിയത് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. സത്യമാണ്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പോലും എത്ര തവണയാണ് ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയും ഈ പറയുന്ന മാധ്യമങ്ങളോടുൾപ്പെടെ, സാധാരണ ജനങ്ങളും ഉണ്ട്, അതിൽ മാധ്യമങ്ങളും ഉണ്ട്, അവരോടൊക്കെ കാണിച്ചു കൂട്ടിയത്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ഭരണകൂടവും പാർട്ടിയും ജനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അകന്നു പോയി എന്ന കടുത്ത സ്വയം വിമർശനമാണ് ഡൽഹിയിലെ യോഗത്തിൽ ഒടുവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രവണതയും കേന്ദ്ര നേതൃത്വം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള പാർലമെന്ററി മോഹങ്ങളും പദവികൾക്കായുള്ള മത്സരവും മുതിർന്ന നേതാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് അത്. അതായത് ജനസേവനത്തിനപ്പുറം, അധികാരത്തിനപ്പുറം ഈ പദവികൾക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടം പാർട്ടിയുടെ അടിസ്ഥാന ആദർശങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പഴയ ലളിതമായിട്ടുള്ള പ്രവർത്തന ശൈലിയിലേക്ക് പാർട്ടി എത്രയും വേഗം തിരിച്ചു പോകണമെന്ന കർശനമായിട്ടുള്ള അന്ത്യശാസനമാണ് കേന്ദ്രം നൽകുന്നത്. എന്നാൽ ഇതിനിടയിലാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന ആ തന്ത്രപരമായിട്ടുള്ള നീക്കം നടക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ താഴെത്തട്ടിലുള്ള പാർട്ടി കമ്മിറ്റികളിൽ നിന്നും അണികളിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണശൈലിക്കും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദന്റെയും തീരുമാനങ്ങൾക്കും എതിരെ അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനം പുകയുമ്പോഴും നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല.
ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വം ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഈ രണ്ട് പ്രമുഖ നേതാക്കളെയും നേരിട്ട് കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ പുറത്തറിയിക്കാതിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമായാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഒരു കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന പ്രമുഖ നേതാക്കളെ പരസ്യമായിട്ട് തള്ളിപ്പറയാൻ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അത് പ്രസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അവർ കരുതുന്നത്. എന്നിരുന്നാലും ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക റിപ്പോർട്ടിൽ പേരുകൾ പരാമർശിച്ചിട്ടില്ല എങ്കിൽ പോലും താഴെത്തട്ടിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തണമെന്ന കടുത്ത നിർദ്ദേശം തന്നെയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും അടങ്ങുന്ന കേരള നേതൃത്വത്തിന് കേന്ദ്രം നൽകിയിരിക്കുന്ന താക്കീത്. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളിൽ എവിടെയാണ് പിഴച്ചത് എന്ന് സാധാരണ പ്രവർത്തകർ മുതൽ മുതിർന്ന നേതാക്കൾ വരെയുള്ള കീഴ്ഘടകങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണമെന്ന പതിവ് തിരുത്തൽ നിർദ്ദേശങ്ങൾ ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കിടയിലാണ് ഡൽഹിയിൽ നിന്നും അതീവ രസകരവും ഗൗരവമേറിയതുമായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കവേ ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഫുട്ബോൾ ലോകകപ്പിലെ അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ പോരാട്ടത്തിന്റെ ആവേശത്തിലായിരുന്നു അദ്ദേഹം. ആ മത്സരത്തിലെ കളിയിലെ തന്ത്രങ്ങളെ രാഷ്ട്രീയമായിട്ട് ഉപമിച്ചുകൊണ്ട് സ്വന്തം നേതാക്കൾക്ക് അദ്ദേഹം നൽകിയത് ഒരു കടുത്ത ജാഗ്രതാ നിർദ്ദേശമായിരുന്നു. ആരും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകരുതെന്നും പരസ്പരം പാസുകൾ നൽകി ഒത്തൊരുമയോടെ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നും ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. സ്വന്തം തന്നിഷ്ടപ്രകാരം കളിച്ചാൽ പരാജയപ്പെടുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഈ ഒരു ഫുട്ബോൾ ഉപമയിലൂടെ അദ്ദേഹം കേരള നേതൃത്വത്തിന് നൽകിയത്. MA ബേബി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇതായിരുന്നു: ഫുട്ബോൾ കളി നമുക്ക് നൽകുന്നത് ഒറ്റയ്ക്കല്ല, മറിച്ച് പരസ്പരം പാസുകൾ നൽകി മുന്നോട്ട് പോകണമെന്ന സന്ദേശമാണ്. ആദ്യ പകുതിയിലെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അടുത്ത പകുതിയിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കണം. എന്നാൽ അദ്ദേഹം ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണോ സംസാരിച്ചത് എന്ന ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. അങ്ങനെയല്ല, കേരളത്തിലെ പാർട്ടിയിൽ പുകയുന്ന ആഭ്യന്തര തർക്കങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ആ വാക്കുകളിൽ ഒളിപ്പിച്ച് കടത്തിയത്. സഹകളിക്കാർക്ക് പാസ് നൽകാതെ സ്വയം ഗോൾ അടിക്കാൻ നോക്കുന്ന ചില സ്ട്രൈക്കർമാർ കേരളത്തിൽ ഉണ്ട് എന്ന സൂചനയാണ് MA ബേബി നൽകിയത്. സ്വന്തം ടീമിന്റെ ഉള്ളിലെ ഒത്തൊരുമയില്ലായ്മയാണ് പാർട്ടിയെ തകർത്തത് എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാത്ത വിധം ഐക്യം ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം കടുത്ത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ കടുത്ത ഭിന്നതയാണ് പുകയുന്നത്. ഈ പാർട്ടി നേതൃത്വം ഒരു നിലപാട് പറയുമ്പോൾ പാർട്ടി പത്രമായിട്ടുള്ള ദേശാഭിമാനി തികച്ചും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ ദേശാഭിമാനി പത്രക്കാരെയൊക്കെ VD സതീശൻ പിടിച്ച് കൊടയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ആരും കൊടുക്കാത്തൊരു വാർത്ത ദേശാഭിമാനം മാത്രം കൊടുത്തു. ദേശാഭിമാനിക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരമില്ല. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. എന്തായാലും ഔദ്യോഗിക നിലപാടുകളോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിച്ച മുതിർന്ന നേതാവ് EP ജയരാജൻ ഡൽഹിയിലെ നിർണായകമായിട്ടുള്ള ഈ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും ആയുർവേദ ചികിത്സയുടെ കാരണം പറഞ്ഞ് വിട്ടുനിന്നത് വലിയ രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ ഭിന്നതകളില്ല എന്ന് സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവകാശപ്പെടുമ്പോഴും പിണറായി വിജയനും MV ഗോവിന്ദനും പാർട്ടി പത്രവും വ്യത്യസ്ത തട്ടുകളിലാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ പ്രത്യക്ഷത്തിൽ സമ്മതിക്കുന്നില്ലെങ്കിലും വിഴിഞ്ഞം വിഷയത്തിൽ LDF മുന്നണി അടിമുടി ഭിന്നതയിലാണ്. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ച ഈ ഒരു തിരുത്തൽ നടപടികൾ താഴെത്തട്ടിൽ എത്രത്തോളം ഫലം കാണുമെന്നത് ഇനി കണ്ടു തന്നെ അറിയണം. എന്തായാലും വലിയ നീക്കങ്ങൾ ഉണ്ടായിരുന്ന നേതാക്കൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം ഭിന്നതകൾ വരുന്നത്. ഇതിനിടയിൽ പാർട്ടിയെ നന്നാക്കാനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം നന്നാകും അല്ലെങ്കിൽ മുന്നോട്ട് പോകും എന്നത് കണ്ടറിയണം. എന്തായാലും അവർ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആണ്. അതായത് MV ഗോവിന്ദനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളൊന്നും വില പോകില്ല എന്നാണ് പാർട്ടി വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്.